ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കള്ളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രസ് ലിച്ചീസ് കേക്കാണ്. അപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറും 4 ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമ്മൾ മെഷർമെൻറ്റ് കപ്പ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സാധാരണ കപ്പ് എടുത്താൽ മതി. അതിലൊരു 1/4 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക. അപ്പോൾ ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. ഈ കേക്കിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണ്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി എല്ലാ ചേരുവയും ഇതിൽ തന്നെ എടുക്കുക. 1/4 കപ്പ് പാല്, 2 മുട്ട. ഈ ഒരു കേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റോസ് മിൽക്കിൻ്റെ ടേസ്റ്റിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 ഡ്രോപ്സ് ഈ ടൈഗർ സ്ട്രോബെറിയുടെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി ഇതൊരു 30 സെക്കൻഡ് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേക്കിൽ നമ്മൾ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എണ്ണ ഉപയോഗിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഇതിലൊന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ചെറിയ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. ഈ ഒരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് തന്നെ സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന തവ ഉണ്ടാവുമല്ലോ, അത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഈ ഒരു പാത്രം അതിലോട്ട് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ക്രീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി വിനീഗർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ഇനി 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടാനും ഈ ഒരു മുട്ട ഒന്ന് കുക്കായി കിട്ടാനുമായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ വരും. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് വെച്ചാൽ. അപ്പോൾ ഇതുപോലെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റി ആ ഒരു ചൂടിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റായി ക്രീമായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഫോർക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ബീറ്റർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രീമി ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു മുട്ടയുടെ മണം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടാനായിട്ടാണ്. ഇനി കൈയെടുക്കാതെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് മുട്ടയുടെ വെള്ളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ വീഡിയോ ഇത്രയും സ്പീഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ മാറിക്കിട്ടും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ക്രീമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ലോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. ഇനി നമുക്ക് കേക്ക് ബേക്കായോ നോക്കി നോക്കാം. ഇപ്പോൾ ഒരു കറക്റ്റ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ മാവൊന്നും ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലൊഴിക്കേണ്ടുന്ന ഒരു മിൽക്ക് സിറപ്പുണ്ട്, അതായത് റോസ് മിൽക്ക് സിറപ്പുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചില്ല ആ എസൻസ് തന്നെ ഒരു 3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് പ്ലേറ്റിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, കാരണം ഒന്ന് അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു സൈഡ് മാത്രം. അപ്പോൾ ഞാനതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് എല്ലാ സൈഡിലും ഒന്ന് കുത്തി കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിൽ മിൽക്ക് സിറപ്പ് ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കേക്കിൽ കിട്ടാനായിട്ടാണ്.
അപ്പോൾ ഇവിടെ 1/4 കപ്പ് പാലെടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ തന്നെയാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തതും ആ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫുള്ളി ക്രീം വെച്ച് കവർ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്രീം എല്ലാം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ആ കേക്കും ക്രീമും പാലും എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും പിന്നെ പൈപ്പിംഗ് ജെല്ലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൈപ്പിംഗ് ജെൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കാം. പിന്നെ ഇന്നും ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പം വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ, ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം സ്പെഷ്യൽ ഹായ്. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേരുടെ പേര് പറയണം എന്നുണ്ട്, പക്ഷെ നമ്മുടെ വീഡിയോ ലെങ്ത് ആയിട്ട് പോകും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ഒന്നും തോന്നരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ ദോശക്കല്ലിൽ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ട്രസ് ലിച്ചീസ് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. കാരണം നമ്മൾ ഈ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നല്ല സൂപ്പറായിട്ട്, അതായത് വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ല, ആ രീതിയിലുള്ളൊരു കേക്കാണ്. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ ഇതുപോലെ ആ ഒരു റോസ് മിൽക്കിൻ്റെ സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷും കൂടെ നമുക്ക് പറയാനുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മോളുടെ പേര് അദീന എന്നാണ്. അപ്പോൾ മോൾക്ക് 1000 ജന്മദിനാശംസകൾ. പിന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.